2026 NDA സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിലേറുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. DMKയുടെ രാജ്യവിരുദ്ധ അഴിമതി ഭരണം ഇല്ലാതാക്കും. തമിഴ്നാട്ടിലെ ദേശവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയും. തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിന് ഇടപെടൽ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും അമിത്ഷാ പറഞ്ഞു. കോയമ്പത്തൂരിൽ BJP ജില്ലാ കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ. दिल्ली के विजय से हुई है और 26 तमिलनाडु में NDA की सरकार के साथ समाप्त करेंगे। मैं तमिलनाडु भर के भारतीय जनता पार्टी के कार्यकर्ताओं का आह्वान करने आया हूं। समय आ गया है तमिलनाडु में DMK की ये देश विरोधी और भ्रष्टाचारी सरकार को समाप्त करने का। അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. അരുൺ, ഇന്ന് കോയമ്പത്തൂരിൽ എത്തിയ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, തമിഴ്നാട്ടിലെത്തിയ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഭാഷയാണ് തമിഴ്. അതിൽ തനിക്ക് സംസാരിക്കാൻ കഴിയാത്തതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നു. അത്രയധികം ആദരമാണ് എല്ലാ ഭാഷയോടും നൽകുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ ആണെന്നുണ്ടെങ്കിലോ ഈ ഭാഷയ്ക്കെതിരെ പോരാടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ അഴിമതി ഭരണം ഇല്ലാതാക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്റ്റാലിൻ സർക്കാരിനെ തൂത്തുകളയുക, അതുതന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും. 2026 NDA സർക്കാർ തമിഴ്നാട്ടിൽ അധികാരത്തിലേറും. അതിരൂക്ഷ ഭാഷയിൽ തന്നെയല്ലേ DMK സർക്കാരിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും രജനി, വളരെ രൂക്ഷ വിമർശനം തന്നെയാണ് DMK സർക്കാരിനെതിരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് ഈ DMK സർക്കാർ ഒരു അഴിമതി സർക്കാർ ആണെന്നുള്ളതാണ്. DMK നേതാക്കളൊക്കെ തന്നെ അഴിമതിയിൽ അവർ മാസ്റ്റർ ഡിഗ്രി വരെ എടുത്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് അദ്ദേഹം ഈ DMKയുടെ ഓരോ അഴിമതികളും കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി എന്നുള്ളതാണ്. BJP ഓരോ ഇടത്തും വിജയിച്ചു കയറി വരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിൽ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ല. 98 കോയമ്പത്തൂരിൽ സ്ഫോടനത്തിൽ പ്രതിയായ ആളുടെ മൃതദേഹം സംസ്കാരം ആഘോഷമാക്കിയ നാടാണ് തമിഴ്നാട്. ഖനന മാഫിയ വൻ കൊള്ളയാണ് നടത്തുന്നത്. മണൽ കൊള്ളയും അഴിമതിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടി വരെ കോഴ വാങ്ങുന്ന നേതാക്കളാണ് DMK നേതാക്കൾ എന്ന് ഉൾപ്പെടെ അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. കൂടാതെ മറ്റൊരു നേതാവ് കള്ളപ്പണ ഇടപാടിൽ പിടിക്കപ്പെട്ടു. മറ്റൊരു നേതാവ് കൽക്കരി ഇടപാടിൽ പ്രതിയാണ്. അതുപോലെ വേറൊരു DMK നേതാവ് 6000 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിൽപ്പെട്ടിരിക്കുന്നു. പൂജ്യ അഴിമതി ജനങ്ങൾ ആരും ഇന്നും മറന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തിൽ നിന്നും എല്ലാ അഴിമതിക്കാരെയും DMK തെരഞ്ഞെടുത്ത് അവരുടെ അംഗങ്ങളാക്കി മാറ്റുകയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി മകനും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുൾപ്പെടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പുതുതായിട്ട് ഈ DMK പറയുന്നത് പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളൊരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് ഒരു ദുഷ്പ്രചാരണമാണ് എന്നുള്ളതാണ് അമിത്ഷാ പ്രധാനമായിട്ട് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആരോപിച്ചത്. അതായത് ഈ മാർച്ച് 6-ാം തീയതി സർവകക്ഷി യോഗം ഉൾപ്പെടെ ഈ വിഷയത്തിൽ DMK വിളിക്കുകയും വ്യാപകമായിട്ട് പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണെന്നുള്ള വ്യാപകമായിട്ടുള്ള തെറ്റായ പ്രചരണം നടത്തുന്നതിനിടയ്ക്കാണ് അമിത്ഷാ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നത് തെറ്റായ പ്രചരണമാണ്. സ്റ്റാലിൻ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഭാരതത്തിന്റെ വികസന സംസ്കാരം തമിഴ്നാട്ടിൽ ഉണ്ടാകും എന്ന് ഉറപ്പോടെ പറയുക തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എറണാകുളത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.